ഓക്കെ, ASI എങ്ങനെയാണ് വിശ്വസിക്കുക എന്നതാണ് എൻ്റെ പ്രാഥമികമായ ചോദ്യം. ഈ രാജ്യത്ത് ഒരു കാര്യം നമ്മൾ ആദ്യമേ തന്നെ പറയട്ടെ, ഈ കേസിന്റെ വിധി നിർണ്ണയത്തിൽ ASIയുടെ ഫൈൻഡിങ് ഇല്ല കേട്ടോ. ഏത് കേസിൻ്റെ? ഇന്ന് വന്നിരിക്കുന്ന വിധി ASIയുടെ രേഖയെ ഉദ്ധരിച്ചല്ല. അല്ല, അത് സുപ്രീം കോടതിയില്ല. അതാ പറഞ്ഞിരിക്കുന്നത്. ASIയുമായിട്ട് ഇതിന് ബന്ധമില്ല നേരിട്ട് ഇന്നത്തെ വിധിക്ക്. അല്ല, ജില്ലാ കോടതി ഇപ്പോൾ വിധിന്യായം പുറപ്പെടുവിക്കുമ്പോൾ ഒരു നിലവറ തുറന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകുമ്പോൾ അവരുടെ മുമ്പിൽ ഈ വിഷയമുണ്ടല്ലോ. ASIയുടെ രേഖയല്ല. ASI അല്ല, അത് പരിശോധിക്കാം, പബ്ലിക് ഡൊമൈനിലാണ്. അത് പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. അല്ല, അത് വന്നത് ഇന്നലെയാണ്. ഈ കേസ് അതല്ല, ഉടമസ്ഥാവകാശമല്ല നോക്കുന്നത്. 93 വരെ അവിടെ പ്രാർത്ഥനയുണ്ടായിരുന്നു എന്നത് മാത്രമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ASIയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിധി പറയാൻ കഴിയില്ല നമുക്ക്. അല്ല, എനിക്ക് അതിനകത്തൊരു വ്യക്തത വരുത്തണം. അതല്ലല്ലോ കണ്ടൻഷൻ, ASI റിപ്പോർട്ടാണല്ലോ സംസാരിക്കുന്നത്. അല്ലേ? അല്ല, എൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. ASI ആണ് ഇപ്പോൾ സമൂഹത്തിൽ ഒരു പെർസെപ്ഷൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ ഒരു ക്ഷേത്രം പൊളിച്ച് അതിൻ്റെ റിമൈൻസ് ഉപയോഗിച്ച് പടിഞ്ഞാറെ മതിൽ കെട്ടിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ASIയുടെ റിപ്പോർട്ട് പറയുന്നത്. എങ്ങനെയാണ് ASIയെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ASIയുടെ പരിശോധന അനുവദിച്ച കോടതി തീരുമാനം തെറ്റാണ്. നമുക്ക് 1991 വർഷിപ്പ് ആക്ട് നിലവിലിരിക്കെ ASIയുടെ പരിശോധന അനുവദിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ് എന്നറിയാവുന്ന ജുഡീഷ്യറി എങ്ങനെയാണ് ASIയുടെ പരിശോധന അവിടെ അനുവദിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, പ്രാർത്ഥനയ്ക്ക് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് 91 വർഷിപ്പ് ആക്ട്? എന്തിനാണ് നിങ്ങൾക്ക് 91 വർഷിപ്പ് ആക്ട് പ്രകാരം എന്താണ് ആ പറയുന്ന ആക്ടിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്? 1947 ഓഗസ്റ്റ് 15 ഏത് പ്രാർത്ഥനയാണോ നടത്തുന്നത്, ഏത് മതത്തിൻ്റേതാണോ ആ ദേവാലയം, ആ മതത്തിൻ്റേതായിരിക്കുമെന്നുള്ളതാണല്ലോ. ഇപ്പോൾ ജില്ലാ കോടതി ഉത്തരവ് പ്രകാരം എന്താണ്, ആ മുസ്ലിം പള്ളിക്കകത്ത് ഒരു നിലവറ തുറന്ന് അവിടെ ഹിന്ദു പ്രാർത്ഥന നടത്താനുള്ള അനുവാദമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ നിയമത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ലേ? അപ്പോൾ നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു ഹിന്ദുത്വ വേവ് ഉണ്ടാക്കാൻ, തരംഗമുണ്ടാക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള ഈ ശ്രമം രാജ്യത്ത് നടക്കുകയാണ്. അതാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെന്ന് പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മതവും രാഷ്ട്രീയവും അങ്ങോട്ട് കൂട്ടിക്കലർത്തി അത് രണ്ടും ഒന്നാണ് എന്ന ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഞങ്ങളുടെ ഹിന്ദു ഹൃദയ സാമ്രാട്ടാണ് നരേന്ദ്രമോദി എന്നുള്ളൊരു ചിത്രീകരണം കൊടുക്കാൻ ബോധപൂർവമായി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു വേവ് ഉണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറയുന്നത് ASI എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുക എന്നുള്ളത്. ASI എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനമാണ്, സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ അത് ബ്രാഹ്മണിക്കലാണെന്ന് മാത്രമല്ല, പൂർണ്ണമായും ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത്, പ്രത്യേകിച്ച് BJP പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കോടതിയിൽ നിന്ന് സമീപകാലത്ത് വരുന്ന വിധികളെ സംബന്ധിച്ച് കൃത്യമായ വിശകലനം ഉണ്ടായിട്ടില്ലേ? ആ വിശകലനം എന്താ പറയുന്നത്? ഹിന്ദുത്വ ഭരണഘടനയ്ക്കപ്പുറത്തേക്ക് ഹിന്ദുത്വ ഐഡിയോളജിക്കനുസരിച്ച് വിധിന്യായം പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാരുള്ള ജുഡീഷ്യറിയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു അഡ്മിനിസ്ട്രേഷനെയും ജുഡീഷ്യറിയെയും മറ്റു തൂണുകളെയും വിലയിരുത്താൻ കഴിയുന്ന നമുക്ക് സ്വാഭാവികമായും ASIയെ ഒരു പിഞ്ച് ഓഫ് സാൾട്ടിൽ കൂടെ മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ASI ഒരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടാക്കുക, അടിസ്ഥാനമാക്കി ജില്ലാ കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിക്കുക, അത് നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന് എതിരാവുക, ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം തന്നെയും എങ്ങനെയാണ് പിടിമുറുക്കുക എന്നുള്ളത് സംബന്ധിച്ച് നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ പറയുന്ന സംവിധാനങ്ങളെയൊക്കെ തന്നെയും ഒരുമിച്ച് ഈ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജാതി ഭേദമില്ലാതെ ഹിന്ദു വോട്ടർമാർക്ക് 80% ഹിന്ദു വോട്ടർമാരെ ഒരൊറ്റ മെഷീനിലെ ഒരു ബട്ടണിൽ മാത്രം വോട്ട് കുത്തിക്കുന്നതിനുള്ള തന്ത്രമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചത്. Meet the editors.